ശിങ്കുവൻവിയുടെ ഇന്നത്തെ വീഡിയോയിലേ നല്ലൊരു നാടൻ റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ മുരിങ്ങയിലയും ചക്കക്കുരൊക്കെ വെച്ചിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ് കേട്ടോ. അപ്പോൾ ചോറിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു തോരൻ മതി നല്ല പോലെ ചോറുണ്ണാനായിട്ട്. അപ്പോൾ വീഡിയോയിലേക്ക് വേഗം തന്നെ കിടക്കാം. അപ്പോൾ അതേ ആദ്യം തന്നെ ചക്കക്കുരു വളരെ നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 20 എണ്ണം ചക്കക്കുരൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതേപോലെ ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കാം. അതുപോലെ തന്നെ മുരിങ്ങേര ഇലയൊക്കെ നമ്മൾ നന്നായിട്ട് തന്നെ നന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി അതൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് വേണം. നാളികേരം ഒന്ന് ചെരുകിയത്, അതുപോലെ ചെറുള്ളി ഉണ്ട്, വെളുത്തുള്ളി ഉണ്ട്, പിന്നെ കുറച്ച് പച്ചമുളക്, നമ്മുടെ കാന്താരി എടുത്തുള്ള ഒരു 3 എണ്ണം, പിന്നെ കറിവേപ്പില. ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഈ ചെറുള്ളിയും അതുപോലെ തന്നെ ആ വെളുത്തുള്ളിയും പിന്നെ നമ്മുടെ കാന്താരി ഉണ്ടല്ലോ, അതൊക്കെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം കേട്ടോ. അപ്പം നമ്മൾ ഇതേപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ഈ ചതച്ച ഇൻഗ്രീഡിയൻസ് ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ കറിവേപ്പില ഇട്ടിട്ടേ ഒന്ന് മിക്സ് ചെയ്തെടുത്തോ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഉണ്ടല്ലോ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആ ഉള്ളിയൊക്കെ പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നമുക്കൊന്ന് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു കളറൊക്കെ മാറി ജസ്റ്റ് ഒന്ന് ഒരു പരുവത്തിൽ വരുമ്പോൾ അതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് മുളക് പൊടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചക്കക്കുരു ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ചക്കക്കുരു ഒന്ന് ഇട്ടിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അതിനെ നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ചക്കക്കുരു വേവാൻ പാകത്തിന്. പിന്നെ നിങ്ങൾ നോക്കിയിട്ട് ഇനി വേണമെങ്കിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ചക്കക്കുരു ഒക്കെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇത് നല്ല പോലെ തന്നെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഒരു മുരിങ്ങേര ഇലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ അത് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ചിലർ പറയും ഇലയുടെ വേവ് കൂടുമ്പോൾ നമുക്ക് വയറിന് കുറച്ച് പ്രശ്നമാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇതിനനുസരിച്ചിട്ട് നിങ്ങൾ വേവ് നോക്കിയിട്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ മുരിങ്ങേര ഇല നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നാളികേരം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ആ നാളികേരം എല്ലാവിടേക്കും പിടിക്കത്തക്ക രീതിയിൽ വേണം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയും ചെയ്താൽ നമ്മുടെ മുരിങ്ങയില തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. എന്നുവെച്ചാൽ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ മുരിങ്ങയില ഇലയും ചക്കക്കുരു ഒക്കെ കിട്ടുമ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യുക. ഇനിയിപ്പോൾ ചക്കക്കുരു ഇല്ലെങ്കിൽ ഈ ഒരു ഇല വെച്ചിട്ടായാലും ഇതേ ഒരു റെസിപ്പി ഒന്ന് തയ്യാറാക്കി